ജന്മാദിശ്ചേതൊന്നയാതിതരതച്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഹ്യന്തി യത്സൂരയഃ തേജോവാരി മൃദാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മുഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സഹകരിച്ചവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിലെ തൃതീയ സ്കന്ധം 8-ാം അധ്യായം നമ്മൾ തുടങ്ങി വയ്ക്കേണ്ടായത്. 7-ാം അധ്യായത്തിൽ ആത്മീയമായിട്ടുള്ള ചോദ്യങ്ങളാണ്, വിതുര പ്രശ്നങ്ങൾ ആണ്. ശരിക്കും അതിന് ഹെഡിങ് കൊടുക്കുകയാണെങ്കിൽ വേണ്ടത് വിതുരൻ്റെ ചോദ്യ പ്രശ്നം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിലും ഹിന്ദിയിലൊക്കെ ചോദ്യമാണ്, പ്രോബ്ലമല്ല. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മൈത്രേയ മഹർഷി വിതുരനോട് പറയുകയാണ്. എന്തൊക്കെയാണ് ഭാഗവതത്തിൻ്റെ ആഖ്യാന ഉപാഖ്യാന വിധങ്ങൾ? ഇപ്പോൾ രംഗത്ത് ആര് പറയണ പോലെ എപ്പോഴും അത് ഓർമ്മ ഉണ്ടാവണേ. ആര് ആരോട് എപ്പോൾ പറഞ്ഞു? ശ്രീമദ് ഭാഗവതം ഏകാദശസ്കന്ധം 5-ാം അധ്യായം വരെ സൂതശൗനക സംവാദമാണ്. തുടക്കം മുതൽ 5-ാം അധ്യായം വരെ സൂതശൗനകർക്ക് ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ, ഇതാ വിചാരിക്കേണ്ട. സൂതശൗനക സംവാദമാണ് ഭാഗവതം നമുക്ക് കിട്ടണത്. സൂതശൗനക സംവാദത്തിൽ കൂടിയിട്ട് അത് പരീക്ഷത്തിന് ശുഗമഹർഷി പറഞ്ഞു കൊടുത്തതിനെ പുനരാഖ്യാനം ചെയ്യുകയാണ് സൂതൻ. അപ്പോൾ സൂതനാണ് പൊക്ക രംഗത്തുള്ളത്, ബാക്കി ആരും രംഗത്തല്ല. പഴയ കഥ പറയുകയാണ് സൂതൻ. രംഗത്ത് സൂതനാണുള്ളത്, കേൾക്കണതോ ശൗനകാദികളും. അപ്പം അതിൽ ശുഗമഹർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്ന ആഖ്യാനക്രമം അതിനെയാണ് വീണ്ടും സൂതൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ശുഗമഹർഷി പറഞ്ഞു കൊടുക്കുന്നത് അനവധി ഉപാഖ്യാനങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ വിതുരമൈത്രേയ സംവാദമാണെന്നേ ഉള്ളൂ. വേറെ ചിലപ്പോൾ അങ്ങനെയാവില്ല. യുധിഷ്ഠിര നാരദ സംവാദം 7-ാം സ്കന്ധം, അങ്ങനെ പല ആഖ്യാനങ്ങളും ഉണ്ട്. അതിലത്തെ ചതുർത്ഥ സ്കന്ധം, തൃതീയവും ചതുർത്ഥവും മാത്രമാണ് വിതുര മൈത്രേയ സംവാദം. തൃതീയവും ചതുർത്ഥവും മാത്രം വിതുര മൈത്രേയ സംവാദം. അവിടെ നിന്ന് അങ്ങോട്ടില്ല. അവിടെ നിന്ന് അങ്ങോട്ട് ശുഗമഹർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നതിനെ സൂതൻ ശൗനകാദികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് തന്നെയാണ്. ഭാഗവതം മുഴുവൻ അതാണ്. ശുഗ ഉവാച എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സൂത ഉവാച എന്ന് തന്നെയാണ്. സൂതൻ പറഞ്ഞു കൊടുത്തു, ശുഗൻ പറഞ്ഞു കൊടുത്തതിനെ. സൂതനാണ് ശുഗ ഉവാച എന്ന് പറയണത്. ശുഗ ഉവാച എന്ന് പറയണത് വ്യാസനല്ല, സൂതനാണ്. ഇവിടെ ഇപ്പോൾ ആ ശുഗൻ തന്നെയാണ് പറഞ്ഞു കൊടുത്തത് എന്ന് സൂതൻ ശൗനകാദികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ എന്താണ് ശുഗൻ പറഞ്ഞു കൊടുത്തത്? മൈത്രേയ മഹർഷി വിതുരനോട് പറഞ്ഞു കൊടുത്തതിനെ പറഞ്ഞു കൊടുക്കുകയാണ്. ആ ആഖ്യാനത്തിനെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. വിതുര മൈത്രേയ സംവാദത്തെ ശുഗൻ പരീക്ഷത്തിനും അതിനെ സൂതൻ ശൗനകാദി, എല്ലാം അങ്ങനെയാണ്. എല്ലാം സൂതൻ ശൗനകാദിയിൽ ആ രംഗത്തുള്ള, ബാക്കിയൊക്കെ പഴയ കഥയാണ് പറയണത്. എന്തായാലും സൃഷ്ടി മുതലായിട്ടുള്ള പ്രപഞ്ച രഹസ്യത്തെക്കുറിച്ച് ചോദിച്ചതായിട്ടുള്ള സമയത്ത് പുനരാഖ്യാനത്തിലേക്ക് വീണ്ടും പോകുന്നതാ. ആരോടൊക്കെയാണ് ഭാഗവതം പറഞ്ഞത്? സനൽകുമാരനോട് സംഘർഷണൻ പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ ആഖ്യാതാവ് അല്ലെങ്കിൽ വ്യക്താവ് സംഘർഷണമൂർത്തി ബലരാമൻ്റെ അവതാര അനന്തൻ ഒക്കെ പറയും. കേൾക്കണതോ സനകാദികൾ. ആ സനകാദികൾ എപ്പോഴും ഗംഗയിൽ കുളിക്കലുണ്ട്. നമ്മളെപ്പോലെ എപ്പോഴെങ്കിലും വർഷങ്ങൾ കൂടുമ്പോൾ ഗംഗയിൽ കുളിക്കാൻ പോകുന്നില്ല. അവർക്ക് ഗംഗയിൽ കുളിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നിത്യ സംഭവം പോലെ. കാരണം എത്താൻ ബുദ്ധിമുട്ടില്ല, എന്നാലല്ലേ എപ്പോൾ വേണമെങ്കിലും അവിടേക്കാണ്ട് എത്താൻ പറ്റും. ട്രെയിന് വേണ്ട, ബസ് വേണ്ട, പ്ലെയിന് വേണ്ട, ഒന്നും വേണ്ട. മനസ്സുകൊണ്ട് ഒരു പ്രത്യേക വിധത്തിൽ അങ്ങോട്ട് ധ്യാനിച്ചാൽ ഗംഗയിലെത്തി. പിന്നെ അപ്പം എന്താ ഗംഗയിൽ കുളിക്കാൻ പ്രയാസം ഒക്കെ ഉണ്ടാവുമോ എന്ന് നമുക്ക് സംശയം തോന്നും. സംശയമൊന്നും വേണ്ട. ശങ്കരാചാര്യർ അമ്മ മരിക്കണ സമയത്ത് അവിടെ എത്തിയില്ലേ? എങ്ങനെയാണ് അറിഞ്ഞ് അമ്മ മരിക്കണത്? എങ്ങനെയാണ് എത്തിയത്? ആർക്കറിയാം? എത്തിയെന്ന് ഉറപ്പാണ്. ചരിത്രമാണ് അതൊക്കെ. നുണ ആരും പറയില്ലല്ലോ.
വെള്ളത്തിൻ്റെ മുകളിൽ താമരയിൽ ചവിട്ടി നടന്നിരുന്നു എന്ന് പറഞ്ഞു ശങ്കരാചാര്യർ. അതൊക്കെ സിദ്ധിയിലവർക്ക് പറ്റും. അതുകൊണ്ട് സനകാദികൾ ഗംഗയിൽ കുളിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും എങ്കിലും ഉള്ളൊരു സംഭവമല്ല. അവരെപ്പോഴും ഗംഗയെ കുളിക്കുക. ഗംഗയെ കുളിക്കുന്നത് വളരെ നല്ലതായതുകൊണ്ട് ആ ജട സംഘർഷണമൂർത്തിയുടെ ശിരസ് പാദത്തിൽ തട്ടത്തക്ക വിധം നമസ്കരിച്ചു. അതാണ് ഇപ്പോൾ ഇവിടെ പറയാൻ സന്ദർഭം കേട്ടോ. സുർദ്വന്നോദാർദ്രൈസ് ജടാകലാപൈ, അവരുടെ ജടാകലാപങ്ങൾ ഗംഗാസ്നാനം കൊണ്ട് നനഞ്ഞിരുന്നു. ജടയുമ്പം എപ്പോഴും തോർത്താനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് ആർദ്രമായതായ എത്ര ഭംഗിയായിട്ടുള്ള ആഖ്യാനം നോക്കൂ. ഭാഗവതത്തിൽ കാര്യം പറയണേക്കാളും നല്ല സുഖം അതെങ്ങനെ അവതരിച്ചിരിക്കണമെന്നാണ്. നമസ്കരിച്ച് ചോദിച്ചു എന്നേ ഇവിടെ കാര്യമുള്ളൂ. നമസ്കരിച്ചിട്ട് ചോദിച്ചു, അങ്ങനെയില്ല. ഗംഗാസ്നാനം കൊണ്ട് സദാ നനഞ്ഞതായിരിക്കുന്ന ആ ജട ശിരസിൽ മുട്ടത്തക്ക വിധം, ശിരസിലല്ല പാദത്തിൽ, സംഘർഷണമൂർത്തിയുടെ പാദത്തിൽ മുട്ടത്തക്ക വിധം തപസ്പൃശം തച്ചരണോപധാനം, തപസ് ചെയ്ത് വളരെയേറെ ശ്രേഷ്ഠമായിട്ടുണ്ട്. പത്മം യദർച്ചന്ത്യഹിരാജകന്യ, ആ പാദപത്മത്തിൻ്റെ പ്രത്യേകത എന്താ എന്നാണെങ്കിൽ അർച്ചന്തി അഹിരാജകന്യ, അഹിരാജകന്യ അർച്ചന്തി, നാഗദേവതകൾ മംഗല്യലാഭത്തിന് വേണ്ടി സദാ പൂജിക്കുന്ന താമര ആണ് സംഘർഷണമൂർത്തിയുടെ പാദപത്മം. പത്മം എന്ന് പറഞ്ഞാൽ അവിടെ താമരയൊന്നുമില്ല. എന്തിനാ പത്മം എന്ന് പറഞ്ഞത്? പാദത്തെയാണ്. അത്ര ലോലവും ചെന്താമരപ്പൂ പോലെ ചുവന്ന നിറമുള്ളതും ലോലവും മൃദുലവും മഹാത്മ്യമുള്ളതുമായ പാദപത്മത്തെ സപ്രേമ നാനാബലി വിരാർത്ഥ ചോദിച്ചു. അത്രയേ ഉള്ളൂ, കാര്യം അത്രയേ ഉള്ളൂ. പക്ഷെ എത്ര ഭംഗിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മുഹുർഗണന്തോ വചസാനുരാഗസ്കലത്പദേ നാസ്യ കൃതാനി തജ്ഞ കിരീടസാഹസ്രമണി പ്രവേഗ പ്രദ്യോതിദോദ്ദാമബണാസഹസ്രം. തജ്ഞ അറിവുള്ളവർ, അസ്യ ഇവൻ്റെ, ഈ ഭഗവാന്റെ, ആരുടെ? ആ സംഘർഷണമൂർത്തിയുടെ. സംഘർഷണം എന്ന് പറഞ്ഞാൽ ഏകദേശമൊക്കെ വിഷ്ണു തന്നെയാണ്, കുറച്ച് ശതമാനം, ചെറിയ വ്യത്യാസമേ ഉള്ളൂ വിഷ്ണു സംഘർഷണം തമ്മിൽ. കൃതാനി കർമ്മങ്ങളെ, ഭഗവാന്റെ കർമ്മങ്ങളെ, അറിവുള്ളവരെപ്പോഴും എന്താ പറയുക? ഭഗവാന്റെ കർമ്മങ്ങളെ അനുരാഗസ്കലത്പദേന, അനുരാഗം നിമിത്തം ഇളകുന്ന പദങ്ങളോടുകൂടി, വാചസ വാക്കുകൊണ്ട്, ഇതാ ഇളകുന്ന വാക്ക്, ഒന്ന് അക്ഷരം മാറ്റി അതിൻ്റെ അർത്ഥം കിട്ടും. ഇടറുന്ന വാക്കേ, വാക്കിൻ്റെ ഇളക്കം എന്ന് പറഞ്ഞാൽ ഇടറിച്ചാണല്ലോ. ഭക്തി കൊണ്ട് ഈ ഭഗവാനിലുള്ള ഭക്തിയാണ് വർത്തിച്ചാൽ പറയുമ്പോൾ ഇടയ്ക്ക് അങ്ങോട്ട് ശബ്ദം അങ്ങോട്ട് കിട്ടിയെന്നൊന്നും വരില്ല. കണ്ടത്തിലൊക്കെ കണ്ണുനീര് നിറഞ്ഞിട്ടേ. അപ്പം മുഖം സ്കലൻ പദേന, പദം അവിടെ വാക്ക് അങ്ങനെ ഇങ്ങോട്ട് കിട്ടുമൊന്നുമില്ല. കലൻ പദേന ആസ്യ കൃതാനി തജ്ഞ, അപ്രകാരം ഇരിക്കുന്ന അതിശേഷമൂർത്തിയോട് സനകാദികൾ ചോദ്യം ചെയ്തു. അത് മൂന്നും കൂടി ഒന്നിച്ചിങ്ങോട്ട് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ ശ്ലോകങ്ങളൊക്കെ. അപ്പോൾ വചസ വാക്കുകൊണ്ട്, സ്കലൻ പദങ്ങളോടുകൂടിയ, സ്കലിക്കുന്ന പദങ്ങളോടുകൂടിയ വാക്കുകൾ, ഇടറുന്ന വാക്കുകളോടുകൂടി പിന്നെയും പിന്നെയും സ്തുതിച്ചു എന്ന്. സംഘർഷണമൂർത്തിയെ വിഷ്ണുവിനെ എന്നെടുക്കാം ബ്രാക്കറ്റിൽ. വലിയ വ്യത്യാസമില്ലല്ലോ. എണ്ണയും നെയ്യും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടോ? അത്ര പോലെയുള്ളത് ഒന്ന് തന്നെയാണ് നൃത്തം, ചെറിയൊരു വ്യത്യാസം, അത്രയേ ഉള്ളൂ. ആ ഭഗവാനെ, സംഘർഷണമൂർത്തിയെ ഇടറുന്ന പദങ്ങളെ കൊണ്ട് സ്തുതിച്ചു. ഭക്തി കൊണ്ടേ ശബ്ദമൊന്നും പുറത്തേക്ക് ഇണ്ട് വരാണ്ട് നാരായണ സംഘർഷണമൂർത്തേ എന്നങ്ങോട്ട് വിചാരിച്ചപ്പോഴേക്കും രണ്ട് കണ്ണുനീരും തൊണ്ടയിൽ തടഞ്ഞു. അവർക്ക് ഇടർച്ച വന്നു. അതിനല്ലേ ഭാഗ്യം ഉണ്ടാവുണ്ട്. പിന്നെയും പിന്നെയും തുതിച്ചു. അവരും ഈശ്വരന്മാരാ, ത്രയസ്ഥാനകാദികളും ഈശ്വരന്മാരാ. ഇവരൊക്കെ തമ്മിൽ വളരെ ഗ്രേഡിൻ്റെ ചെറിയ വ്യത്യാസങ്ങളുള്ള സനകാദികൾ അവതാരങ്ങളാണ്. അവതാരങ്ങളെ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. കിരീട സാഹസ്രമണി പ്രവേഗ പ്രദ്യോതിതോ ദാമബണാസഹസ്രം. കിരീടത്തിലുള്ള സഹസ്രങ്ങളായ ഉത്തമരത്നങ്ങളാൽ ശോഭിക്കുന്ന 1000 പടങ്ങളോടുകൂടിയവനായ സംഘർഷണമൂർത്തിയെ. ഇതാ സംഘർഷണമൂർത്തിയുടെ പ്രത്യേകത, 1000 പടങ്ങളാണ്. ഈ 1000 പടങ്ങൾ കാളിയനും ഉണ്ട് കേട്ടോ. പക്ഷെ അവിടെ അഹങ്കാരം
എന്നുള്ളതിൻ്റെ പ്രതീകമായിട്ടാണ് കാണിച്ചത്. ഇപ്പം ഇവിടെ 1000 പടങ്ങൾ സംഘർഷണമൂർത്തിക്ക് ഉണ്ടെങ്കിൽ അത് അഹങ്കാരം തന്നെയല്ലേ? ഒരു ചോദ്യം വരാം, സംഘർഷണമൂർത്തിക്ക് കാളിയനുമായിട്ട് ഉപമിക്കാൻ പറ്റുമോ? അവിടെ മനസ്സിലാക്കാനുണ്ട്. സംഘർഷണമൂർത്തിയുടെ 1000 പടങ്ങൾ എന്തിനുള്ളതാണ്? അഹങ്കാരം തന്നെയാണ്, പക്ഷേ നല്ല അഹങ്കാരമാണ്. ആര് സംഘർഷണമൂർത്തി ഉപദ്രവിച്ചിട്ടില്ല, ഭജിച്ചവരെയൊക്കെ അനുഗ്രഹിച്ചിട്ടുമുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരെയും അനുഗ്രഹിച്ച് ധർമ്മം നിലനിർത്താൻ, അധർമ്മം ഇല്ലാണ്ടേക്കാൻ ഞാൻ ശ്രമിക്കും. ആ ഞാനാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റല്ല. ഞാനില്ലെങ്കിൽ ലോകമുണ്ടോ? ആലോചിച്ച് നോക്കൂ. എന്നെ ഏൽപ്പിച്ച പണി ഞാൻ ചെയ്യും, കൃത്യമായിട്ട് തന്നെ ചെയ്തിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ നല്ല കാര്യമാണ്, നല്ല അഹങ്കാരമാണ് അതൊക്കെ. അധർമ്മത്തിന് ഞാൻ കൂട്ടു നിൽക്കില്ല, ശരിയല്ലാത്തത് കണ്ടാൽ ഞാൻ ചിലപ്പോൾ പ്രതികരിക്കും. ആ ഞാൻ നല്ലതാണ്. അതാണ് സംഘർഷണമൂർത്തിയുടെ പടങ്ങളും കാളിയൻ്റെ പടങ്ങൾ. അവിടെ 1000 പടങ്ങളാണ്. 1000 പണം നിവൃത്തി. അത് ദുഷ്ടത്തരാണ് അല്ലേ? വെള്ളം കലക്കി അനവധി ആളുകളെ വിഷം കലക്കി ഉപദ്രവിച്ചവനാണ് കാളിയൻ. ഒരാൾക്ക് നല്ലത് ചെയ്തിട്ടുണ്ടോ കാളിയൻ? അത് തെറ്റായ അഹങ്കാരം. ഇത് നല്ല അഹങ്കാരത്തിൽ നല്ലതും ചീത്തയുണ്ട്. ചീത്ത കൊളസ്ട്രോളും നല്ല കൊളസ്ട്രോളും ഉള്ള പോലെ കേട്ടോ. അപ്പോൾ എന്തായാലും കിരീടസാഹസ്ര മണിപ്രവേക പ്രത്യോതിദോദ്ദാമബണാസഹസ്രം 1000 പടങ്ങളിലും കിരീടം അണിഞ്ഞിട്ടുണ്ട്. കാളിയൻ കിരീടം അണിഞ്ഞിട്ടുണ്ടോ? കാളിയൻ എന്ത് സ്ഥാനമായി ലോകത്തിലുള്ളത്? നാഗരാജാവ് എന്നുള്ള സ്ഥാനം ഉണ്ട് കേട്ടോ, ഇല്ല എന്ന് പറയണില്ല. പക്ഷേ മറ്റുള്ളവരുടെ മേൽ അധികാരം സ്ഥാപിച്ച് ഭരിക്കാനുള്ള സ്ഥാനമൊന്നും കാളിയന് ഇല്ല. ചുരുക്കം അനന്തൻ്റെ അത്ര സ്ഥാനമൊന്നും ഇല്ല. ഒന്ന് താമസമാണ്, ഒന്ന് സാത്വികമാണ്. ആ വ്യത്യാസമെങ്കിലും ഉണ്ട്. പ്രോക്തങ്കിലെ തത് ഭഗവത്തമേന നിവൃത്തിധർമാപിരതായതേന സനൽകുമാരായ സചാകപൃട്ട സാഖ്യായനായ അംഗധൃതവ്രതായ. ഭഗവത്തമേന, ഭഗവത്തമൻ ഈശ്വരൻ, ഉത്തമ ഈശ്വരനായ തേന, അവനാൽ. തേന എന്ന് പറഞ്ഞാൽ അവനാൽ. അവിടെ ബഹുമാനം കുറച്ച് പറയല്ലോ കേട്ടോ. സെക്കൻഡ് പേഴ്സണ് തേന എന്ന അർത്ഥം സന്ദർഭത്തിനനുസരിച്ച് എടുക്കണം. അദ്ദേഹത്തിനാൽ എന്ന് എടുക്കാം. വാക്കിൻ്റെ അർത്ഥം അവൻ എന്നുള്ള സെക്കൻഡ് പേഴ്സണാണ്. അവനാ തേർഡ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ അല്ല, തേർഡ് പേഴ്സൺ, അന്യപുരുഷൻ എന്ന് പറയും. ഉത്തമ പുരുഷൻ ഞാൻ, ഞങ്ങൾ. മധ്യമ പുരുഷൻ നീ, നിങ്ങൾ. അന്യപുരുഷൻ എന്നാണ് തേർഡ് പേഴ്സണിന് പറയുക. അവൻ, അവൾ, അത്, അവർ. ഗ്രമാറ്റിക്കലായിട്ട് ഈ 4 എണ്ണത്തിന് അന്യപുരുഷനാണ് തേന. അവനാൽ നിവൃത്തിധർമാപിരതായ, നിവൃത്തിധർമ്മത്തിൽ തൽപരനായിരിക്കുന്ന സനകാദികളോട്. കണ്ടോ? ആ ചോദിക്കണ ആളുടെ അവസ്ഥയ്ക്കനുസരിച്ചിട്ട് വേണം പറഞ്ഞു കൊടുക്കാൻ. ഇവിടെ മുഴുവനെ നിവൃത്തി മാർഗക്കാരാ സനൽകുമാരത്. അത്രയ്ക്ക് നിവൃത്തി മാർഗം എത്താത്ത ഒരാളോട് അങ്ങോട്ട് കടന്ന ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്ന് വ്യത്യാസപ്പെടുത്തി പറയണം. ലോകകാര്യം സാധിക്കാനാണ് ഭഗവാനെ ഭജിക്കണത് എന്നൊക്കെ പറഞ്ഞാലേ അവൻ്റെ തലയിൽ കയറുള്ളൂ. വാസ്തവത്തിൽ അങ്ങനെയല്ല. എന്നാലും ഇതിൽ താല്പര്യം ആദ്യം ഉണ്ടാവണ്ടേ, അതിന് വേണ്ടിയിട്ട്. അപ്പം ഇവിടെ പൂർണ്ണ വിരക്തനായതുകൊണ്ട് സനൽകുമാരായ ഏതത് പ്രോക്തം, ഇത് പറയപ്പെട്ടു. നിവൃത്തിമാർഗം. അപ്പം അതിന് ഏറ്റവും നല്ലത് അംഗാപൂജ്യ. ആ സനൽകുമാരൻ, വിതുരനെ വിളിക്കുകയാണ് അംഗ. ഹേ വിതുര, സനൽകുമാരൻ, ആ സനൽകുമാരൻ ധൃതവ്രതായ സാഖ്യായനായ, സാഖ്യായനായിക്കൊണ്ട് പറഞ്ഞു. എന്താ വീണ്ടും പുനരാഖ്യാനത്തിലേക്ക് അങ്ങനെ പോവുകയാണ്. ഒരുപാട് ആഖ്യാനങ്ങളാണ്. മൈത്രേയരെ വിതുരനോട് പറയണു. സംഘർഷണൻ ആരോട് പറഞ്ഞു? സാഖ്യായനായിക്കൊണ്ട് പറഞ്ഞു കൊടുത്തു. ഇതിൽ പല ഉപാഖ്യാനങ്ങളുണ്ട്. സംഘർഷണമൂർത്തി ആരോട് പറഞ്ഞു? സാഖ്യായനന് പറഞ്ഞു കൊടുത്തതാണ് പിന്നീട് സനകാദികളിൽ എത്തുന്നത്. ഇവിടെ ചോദിക്കണത് സനകാദികളാണെന്ന് പറഞ്ഞു. അവരിൽ എത്തുന്നത് നേരിട്ട് സനൽകുമാരൻ പറഞ്ഞതല്ല.
നേരിട്ട് സനൽകുമാരൻ പറഞ്ഞത് അല്ല. ആ സനകാദികൾ സാംഖ്യായനായ ധൃതവ്രതനായിട്ടുള്ള വിരക്തനായിരിക്കുന്ന സാംഖ്യായനായിക്കൊണ്ട് ആ സംഘർഷണമൂർത്തി പറഞ്ഞതിനെ ആണ് ആർക്ക് പറഞ്ഞു കൊടുത്തത്? സനൽകുമാരാദികൾക്ക് പിന്നീട് കിട്ടുന്നത്. ഇനി അടുത്തതായിട്ട് സാംഖ്യായന പാരമഹംസമുഖ്യനായിട്ടുള്ള സാംഖ്യായനൻ വിവക്ഷമാണോ ഭഗവത് വിഭൂതി ജകാതസോസ്മത് ഗുരവെന്നിതായ പരാശരായാഥ ബൃഹസ്പതിശ്ച. പരമഹംസന്മാരിൽ പ്രധാനിയായ സാംഖ്യായനൻ, സാംഖ്യായനൻ ചില്ലറക്കാരനൊന്നുമല്ല. സംഘർഷണമൂർത്തിയിൽ നിന്നൊരു ഉപദേശം കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ ആൾക്കാർക്ക് കിട്ടുമോ? ഭാഗവതം ഭഗവാനിൽ നിന്ന് കിട്ടിയത് ബ്രഹ്മാവിനാണ്, ചില്ലറക്കാരനാണോ? ആ ഭഗവാനിൽ നിന്ന് നേരിട്ട് കിട്ടാനെങ്കിൽ സാംഖ്യായനൻ ആരാണ്? പാരമഹംസമുഖ്യ. നിവൃത്തിമാർഗത്തിൽ വിദഗ്ധൻ, നിവൃത്തിമാർഗത്തിൽ സദാ തൽപരനാണ്. ലോകമായിട്ട് ഒരു താല്പര്യവും ഇല്ല. ഭഗവത് വിഭൂതി, ഭഗവാന്റെ ഐശ്വര്യങ്ങളെ വിവക്ഷമാണ് പറവാനാഗ്രഹിക്കുന്നവനായിട്ട് അന്യതായ ശിഷ്യഗുണയുക്തനും അസ്മത് ഗുരവേ ഞങ്ങളുടെ ഗുരുവുമായ പരാശരനും പിന്നെ പരാശരായ അത ബൃഹസ്പതിക്കും ഉപദേശിച്ചു. സംഘർഷണമൂർത്തിയോട് സാംഖ്യായനൻ ചോദ്യം ചെയ്തുകൊണ്ട് ചോദിച്ചു എന്നിവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. സാംഖ്യായനന് ശ്രീമദ് ഭാഗവത സംഹിതയെ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ നോട്ടെടുത്ത് എഴുതുക വെച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ. തുടക്കം സംഘർഷണമൂർത്തി, ഇത് വേറെ പരമ്പര കേട്ടോ. നേരത്തെ പറഞ്ഞ പരമ്പര വേറെ. ഭഗവാൻ ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തു, ബ്രഹ്മാവ് നാരദന് പറഞ്ഞു കൊടുത്തു, നാരദൻ വ്യാസന് പറഞ്ഞു കൊടുത്തു, വ്യാസൻ മഹർഷിക്ക് പറഞ്ഞു കൊടുത്തു, മഹർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തു. അതെല്ലാതും കൂടി ശൗനകാദികൾക്ക് സൂതം പറഞ്ഞു കൊടുത്തുകൊണ്ട് ഒരു പരമ്പര നമ്പർ 1 അത് കഴിഞ്ഞു. അതിനെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്, കഴിഞ്ഞിട്ടില്ല. ഇത് അതിൻ്റെ ഇടയിലുള്ള വേറൊരു പരമ്പര. ആദ്യം സംഘർഷണൻ തുടക്കം ആർക്ക് പറഞ്ഞു കൊടുത്തു? സാംഖ്യായനന്. ആ സാംഖ്യായനൻ പിന്നീട് ആർക്ക് പറഞ്ഞു കൊടുത്തു? പരാശരായ അഥ ബൃഹസ്പതിശ്ച. രണ്ടും കേമന്മാരാ. ബൃഹസ്പതി എന്ന് പറഞ്ഞാൽ ദേവഗുരുവാണ്. എല്ലാ ജ്ഞാനത്തിൻ്റെയും മൂർത്തിയാണ് ബൃഹസ്പതി. ഗുരുവായൂരപ്പൻ്റെ വ്യാഴം എന്നൊക്കെ പറയണുണ്ടല്ലോ, അതാണ് ബൃഹസ്പതി. ജ്ഞാനത്തിൻ്റെ മൂർത്തിയായ ബൃഹസ്പതിക്കും പരാശരൻ രണ്ടാൾക്ക് പറഞ്ഞു കൊടുത്തു. ഒരാൾക്കല്ല, 2 ശിഷ്യന്മാരുണ്ട്. ഒന്ന് പരാശരൻ, പിന്നൊന്ന് ബൃഹസ്പതി. രണ്ടാൾക്കും പറഞ്ഞു കൊടുത്തു. ആര്? സാംഖ്യായനൻ. സാംഖ്യായനന് സംഘർഷണമൂർത്തി പറഞ്ഞു. അപ്പോൾ സംഘർഷണൻ നമ്പർ 1 ആർക്ക് പറഞ്ഞു കൊടുത്തു? സാംഖ്യായനൻ നമ്പർ 2. സാംഖ്യായനൻ ആർക്ക് പറഞ്ഞു കൊടുത്തു? പരാശരായാഥ ബൃഹസ്പതിശ്ച. അതിലത്തെ പരാശരനിൽ നിന്ന് മൈത്രേയർക്ക് കിട്ടി എന്നാണ് പറഞ്ഞു വരുന്നത്. പ്രോവാച മഹ്യം എനിക്കെന്ന് പറഞ്ഞാൽ മൈത്രേയന്. പ്രോവാച മഹ്യം ദയാലുരുക്തോ മുനിപുലർത്തേന പുരാണമാദ്യം സോഹം തവേതൽ കഥയാമിവ ശ്രദ്ധാലവേ നിത്യമനുവ്രതായ. ആലോചിച്ച് നോക്കുക, എത്ര സുഖമായിട്ട് നമുക്ക് പറഞ്ഞു പോവാം. അങ്ങനെയൊക്കെ സപ്താഹത്തിൽ പറയാൻ പറ്റുമോ? പറഞ്ഞാൽ ഒരു സ്കന്ധം കൂടിയും കഴിയില്ല. മൊത്തത്തിൽ എവിടെ എത്തുകയെന്ന് പറയാൻ വയ്യ. അപ്പോൾ പക്ഷേ ഇങ്ങനെ പറയുമ്പോഴല്ലേ ശരിക്കും വെച്ചാൽ അതിൻ്റെ സുഖം എന്ന് ആലോചിച്ച് നോക്കും. എനിക്ക് നല്ല ശ്ലോകം ഭംഗിയായിട്ട് ചെല്ലി അതിൻ്റെ അർത്ഥം പറഞ്ഞു പോകുമ്പോൾ നമുക്ക് മനസ്സിലത് ആസ്വദിച്ചിട്ട് അങ്ങനെ കേൾക്കാൻ അതൊരു ഓട്ടപ്രദർശനം തെറ്റാന്നല്ല പറയണം. അതിനെ തന്നെ വേണം. അതിൻ്റെ ഒരു രസം. പക്ഷേ ഈ രസം അതുകൊണ്ട് കിട്ടില്ല. മുഴുവൻ ഓരോന്നും മനസ്സിലാക്കാനും പറ്റില്ല. അങ്ങനെയൊന്നും മനസ്സിലാക്കാനോ ആസ്വദിക്കാനോ പറ്റില്ല. അതൊരു യജ്ഞമാണ്, അത്രയേ ഉള്ളൂ. യജ്ഞത്തിൻ്റെ ഗുണം നമ്മൾ തെറ്റായിട്ട് പറയില്ല. പക്ഷേ ഇതിൻ്റെ ഗുണം രണ്ടും വ്യത്യാസമുണ്ട്. പ്രോവാചമക്യം ഒന്നും കൂടിയും പറയാം. സംഘർഷണൻ പറഞ്ഞു കൊടുത്തു സാംഖ്യായനന്. സാംഖ്യായനൻ രണ്ടാൾക്ക് പറഞ്ഞു കൊടുത്തു. പരാശരൻ ബൃഹസ്പതി. അതിലത്തെ പരാശരൻ മഹ്യം മൈത്രേയന് പറഞ്ഞു കൊടുത്തു. പ്രോവാച മഹ്യം സദയാലുരുക്തോ മുനിപുലർത്തേന പുരാണമാദ്യം സോഹം തവേതർക്കഥയാമിവ ശ്രദ്ധാലവേ നിത്യമനുവ്രതായ. പുലസ്ത്യനാൽ പറയപ്പെട്ട
സ ദയാലു മുനി, ആ ദയാലു പുലസ്ത്യൻ പരാശരന് കൊടുത്ത വരത്തെ കുറിച്ച് പല കഥകളും ഉണ്ട്. പുലസ്ത്യനാൽ പറയപ്പെട്ട ആ മുനി പറഞ്ഞു കൊടുത്തു, പുലസ്ത്യ മോക്ഷിയുടെ അനുഗ്രഹപൂർണമായിട്ടുള്ള വരദാനം നിമിത്തം പരാശര മുനി മുഖ്യനായിരിക്കുന്ന ആ പുരാണത്തെ എനിക്ക് ഉപദേശിച്ചു. അങ്ങനെയാണ് എനിക്ക് പുലസ്ത്യം പരാശരനിൽ നിന്ന് കിട്ടിയത് എന്നർത്ഥം. പരാശരനാണ് മൈത്രേയന് പറഞ്ഞു കൊടുത്തത്. അതാണ് വിതുരന് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. പരാശരനും ബൃഹസ്പതിക്കും പറഞ്ഞു കൊടുത്തു. സാംഖ്യായനന് സംഘർഷണമൂർത്തി പറഞ്ഞു കൊടുത്തു. പ്രോവാചമക്യം സദയാലുരുക്തോ മുനി പുലർത്തേന പുരാണമാദ്യം. പരാശരനാണ് പറഞ്ഞു കൊടുത്തത്. ആ പരാശരൻ പറഞ്ഞു കൊടുക്കാനുള്ള കാരണം പുലസ്ത്യൻ്റെ ഉപദേശമാണെന്നാണ്. പുലസ്ത്യൻ പറഞ്ഞതനുസരിച്ച് എനിക്ക് പരാശരൻ പറഞ്ഞു തന്നു. ഈ പുലസ്ത്യ മുനി ഒരു സത്രം നടത്തിയതായിട്ട സമയത്ത് അതിലൊക്കെ രാക്ഷസന്മാർ ഉണ്ടായിരുന്നു, വിഘ്നം ചെയ്തു എന്നാണ്. അപ്പോൾ അവരെ നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഈ പുലസ്ത്യർ പരാശരനോട് സത്രം നിർത്തണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് സത്രം നിർത്തി. രാക്ഷസൻ്റെ സന്താനങ്ങളാണ് പുലസ്ത്യർ. അപ്പോൾ അവരൊക്കെ ഈ രാക്ഷസന്മാർ നിർത്തിയപ്പോൾ പുലസ്ത്യൻ പരാശരനോട് യാഗം നിർത്താൻ പറഞ്ഞു സത്രത്തെ. എന്താ വെച്ചാൽ ഈ രാക്ഷസന്മാർ തടസ്സപ്പെടുമ്പോൾ അതിൻ്റെ പാപം ഉണ്ടാവും. സത്രയിൽ വെച്ചാൽ പാപം ഉണ്ടാവില്ലല്ലോ, മുടക്കലും ഇല്ലല്ലോ. അതനുസരിച്ചിട്ടാണ് പുലസ്ത്യൻ പരാശരനോട് ഈ സത്രം തൽക്കാലം ഒന്ന് നിർത്തുക നല്ലത്. കാരണം തൻ്റെ കൂട്ടക്കാരാ രാക്ഷസന്മാർ, അവർക്ക് ശാപവും കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ടേ. അപ്പം ആ ഒരു സന്തോഷമുണ്ട് ആർക്ക്? പുലസ്ത്യന്. താൻ പറഞ്ഞത് കേട്ടല്ലോ, തൻ്റെ വംശമായിട്ട് രാക്ഷസന്മാർക്ക് പുലസ്ത്യൻ ഒരു രാക്ഷസ വംശമാണ്. അപ്പോൾ പുലസ്ത്യ തനയൻ ആണല്ലോ രാവണൻ, അങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവർ നിർത്തിയതായിട്ട് സന്തോഷത്തിന് എന്ത് ചെയ്തു? അങ്ങ് ഒരു കാര്യം ചെയ്യണം, ഈ ഭാഗവത തത്വത്തെ മൈത്രേയ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കണം എന്നും പറഞ്ഞ പരാശരന് പുലസ്ത്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുലസ്ത്യോപദേശ പ്രകാരമാണ് പരാശരൻ ഇത് മൈത്രേയന് പറഞ്ഞു കൊടുത്തത് എന്നർത്ഥം. ചുരുക്കത്തിൽ മൈത്രേയർക്ക് പരാശരനാണ് പറയുന്നതിൽ പുലസ്ത്യൻ്റെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു എന്നർത്ഥം. ഉദാപ്ലുതം വിശ്വമിതം തദാസീൻ എൻ ഇന്ദ്രിയാമീലിതൃജ്ഞ. ഭാഗവതം എന്താ പറഞ്ഞു കൊടുത്തത്? ഭാഗവതം ഒന്നേ പറയാനുള്ളൂ, ഒരൊറ്റ ഒന്നേ പറയാനുള്ളൂ. ബ്രഹ്മാവുണ്ടായി, സൃഷ്ടി ഉണ്ടായി, തുടർന്ന് ബാക്കി കാര്യങ്ങളുണ്ടായി. വേറൊരു ഭാഗവതം ഇല്ല, ഒറ്റ ഭാഗവതേ ഉള്ളൂ. ഉദാപ്ലുതം വിശ്വമിതം തദാസി ഭാഗവതം തുടങ്ങുകയാണ്. ആര് പറഞ്ഞു കൊടുത്തു? പരാശരൻ മൈത്രേയന് പറഞ്ഞു കൊടുത്തു. പരാശരന് സാംഖ്യായനിൽ നിന്ന് കിട്ടി, സാംഖ്യായന് സംഘർഷണം പറഞ്ഞു കൊടുത്തു. സനകാദികളിൽ നിന്ന് കിട്ടി, സനകാദികൾക്ക് സംഘർഷണൻ, അതിൻ്റെ താഴെ സനകാദികളിൽ നിന്ന് പരാശരൻ മൈത്രേയൻ, ഇങ്ങനെ 4 ഇതാണ് വരിക. എന്നിത്രിയ മീലിയ പരാശരന് സാംഖ്യായൻ സനക്കുമാദികളും പറഞ്ഞു കിട്ടിയതായിട്ടുള്ള ആ ഭാഗവതം എന്താ? എല്ലാ ദിക്കിലും പ്രളയം ഉണ്ടായി, ബ്രഹ്മാവുണ്ടായി എന്ന് തന്നെ. വേറൊരു ഭാഗവതം ഇല്ലല്ലോ. ഉദാപ്ലുതം വിശ്വമിതം, ലോകം മുഴുവന് പ്രളയം ഉണ്ടായിരുന്നു. ഒരു കാലത്ത് മുഴുവൻ വെള്ളമായിരുന്നു. അത്രയല്ലോ, വെള്ളം അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പഞ്ചഭൂതങ്ങളോ വീടോ പുരുഷനോ സ്ത്രീയോ ഒന്നുമില്ല. ആ സമയത്ത് നിത്രിയാമീലിതൃജ്ഞമീലൻ ഭാഗവതം അങ്ങനെയാണ്. അതേ ഉള്ളൂ ഭാഗവതം. കണ്ണടച്ച് ഭഗവാൻ ഇങ്ങനെ കടന്നു. ഭഗവാൻ മാത്രം പരാനന്ദ പ്രകാശാത്മന നാരായണീയത്തിൽ ചിത് സ്വരൂപമായിട്ട് ഭഗവാനുണ്ട്, വേറൊന്നുമില്ല. അങ്ങനെ ഒരു കാലം. അഹീന്ദ്ര തൽപേതിശയാനയേക, കിടക്കാൻ ഉപയോഗിച്ച കിടക്കയേത അനന്തൻ. അഹീന്ദ്രൻ, പാമ്പുകളിൽ അതിൻ്റെ നാഥൻ അനന്തൻ. അഹീന്ദ്രൻ, പാമ്പുകളുടെ നാഥനായിട്ടുള്ള ആ ആദിശേഷനിൽ കിടന്നു ഭഗവാൻ. വെള്ളമുണ്ട്, വേറെ യാതൊന്നുമില്ല. കൃതക്ഷണ ആത്മരഥോ നിരീഹ, പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല. അതാണ് നിരീഹൻ എന്ന് പറയുക. പകുതി കണ്ണടച്ച സമാധി പോലെ ശിവനൊക്കെ കാണാറുണ്ടല്ലോ.
അഹീന്ദ്രതൽപേതിശയാനേക കൃതക്ഷണസ്വാത്മരഥവും. തന്നിൽ തന്നെ രമിക്കുന്നവനെയാണ് ആത്മരഥവും. ആത്മാരാമനായിട്ട് അങ്ങനെ കിടക്കണു, വേറെ ഒന്നുമില്ല. ഭാഗവതം തുടങ്ങുകയാണ്. ആര് പറഞ്ഞു കൊടുത്തത്? സാഖ്യായനൻ പരാശരൻ. സനകാദികൾക്കും സനകാദികൾ പരാശരനും. എന്നിട്ടോ സ്വന്തശരീരെ അർപ്പിതഭൂത സൂക്ഷ്മകാലാത്മികാം ശക്തിമുദീരയാണ ഉവാസ തസ്മിൻതലിലേപദേശേ യഥാനലോ ദാരുണിരുദ്ധവീര്യ. രുദ്ധവീര്യ, ഉള്ളിൽ അടക്കപ്പെട്ട വീര്യത്തോട് കൂടിയ. ഉള്ളിലാണ് വീര്യം, പുറത്തേക്കൊന്നും ഇല്ലല്ലോ. അനല, അഗ്നി. ദാരുണി യഥാ, മരത്തിൽ എങ്ങനെ ഇരിക്കുന്നുവോ. തഥ, അങ്ങനെ. യഥ എവിടെയുണ്ടോ അവിടെ തഥയുണ്ടാവും. ഉള്ളിലടക്കപ്പെട്ടതായിട്ടുള്ള യഥ, എപ്രകാരം മരത്തിലുണ്ടോ തഥ, അങ്ങനെ. സ ആ ഭഗവാൻ സേ തസ്മിൻ സലിലേ പദേ, തൻ്റെ വാസസ്ഥാനമായിരിക്കുന്ന ജലസ്ഥാനത്തിൽ, അന്തഃശരീരേ, ശരീരമധ്യത്തിൽ, അർപ്പിതഭൂത സൂക്ഷ്മ, അടക്കിയ പഞ്ചഭൂതങ്ങളും തന്മാത്രകളെല്ലാം എന്തൊക്കെ ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ തന്നിൽ ലയിച്ചു. എന്തൊക്കെയെന്ന് വിസ്തരിച്ച് പറയും, ഇപ്പോൾ വെറുതെ പറയേണ്ട ആവശ്യമില്ലല്ലോ. കാലാത്മികാം ശക്തിയും, കാലാഖ്യ ശക്തിയും പ്രളയാവസാനേ, നാരായണീയത്തിലെ 8ാമത്തെ ദശകത്തിൽ അതുകൊണ്ട് കാലാഖ്യശക്തിയും പ്രതിബോധയത്വം. കാലത്തിനോട് തന്നെ സമയമായാൽ എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞു. ഒരു അലാറം വയ്ക്കാൻ നിവൃത്തിയില്ല. അലാറം ആരായിരുന്നു? കാലസ്വരൂപത്തിനെ ഏൽപ്പിച്ചു, എന്നെ വിളിക്കണം എന്ന്. കാലാത്മികാം ശക്തിയും ഉദീരയാണി, സമയമായാൽ, പ്രളയം കഴിഞ്ഞാൽ, സൃഷ്ടി തുടങ്ങുന്ന സമയത്ത് എന്നെ ഉണർത്തണം എന്ന് കാലാഖ്യ ശക്തി, കാലത്തിനെ ഏൽപ്പിച്ച് ഭഗവാൻ യോഗനിദ്ര ചെയ്തു എന്ന് പറയുകയാണ്. സ്വന്തം ശരീര അർപ്പിത ഭൂതസൂക്ഷ്മ, ശരീരത്തിൽ അർപ്പിക്കപ്പെട്ടതായ ഈ ഭൂതസൂക്ഷ്മാദികളെല്ലാം ഉലയിച്ചിരിക്കുകയാണ്. ഒന്നും പുറത്തേക്ക് വന്നിട്ടില്ല സൃഷ്ടിയായിട്ട്. കാലാത്മികാം ശക്തി മുദീരയാണ്, കാലം എന്ന ശക്തിയെ ഉണർത്താൻ ഏൽപ്പിച്ചിട്ട് ഉറങ്ങുകയാണ്. ഉറങ്ങുമ്പോൾ ഒരാൾ വിളിക്കണ്ടേ, സമയമായ വിളിച്ചില്ലെങ്കിൽ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അതിന് കാലത്തിനെ ഏൽപ്പിച്ചു. ഉവാസ തസ്മിൻ സലിലേ പദേശേ യഥാനലോ ദാരുണിരുദ്ധവീര്യ. എല്ലാതും തന്നിലടങ്ങിയിട്ടുണ്ട്, പക്ഷേ പുറത്തേക്ക് കാണില്ല. ശരിക്കും ഈ മരത്തിലും അരണിയിലും അഗ്നി ഉണ്ട് എന്നാണ്. പണ്ട് ഈ അരണി കടഞ്ഞിട്ടാണ് അഗ്നി ഉണ്ടാക്കുക. തീപ്പെട്ടി, ലൈറ്റർ, ഇതൊന്നുമില്ല. 2 മരത്തടി ഇട്ടിട്ട് ഒരു മരത്തടി താഴ്ത്ത് വെച്ച് അതിലൊരു കുഴി കുഴിച്ച്, അങ്ങനെ പറഞ്ഞാലേ അതിൻ്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. വേറൊരു ഉരുള് പോലത്തെ ഒരു സാധനം അതിൽ കുത്തി നിർത്തി പരസ്പരം തൈര് കടയണ പോലെ കയറ് കെട്ടി വലിച്ചിട്ടാണ് അഗ്നി ഉണ്ടാക്കുക. ഇന്നത്തെ പോലെ ലൈറ്ററും ഗ്യാസ് തീപ്പെട്ടിയൊന്നുമില്ല. അതുകൊണ്ട് വേണം യജ്ഞം അഗ്നി പകർന്ന് കത്തിക്കാൻ. ഇങ്ങനെയൊക്കെ അഗ്നി ഉണ്ടാക്കണം വെച്ചാൽ പണ്ട് അങ്ങനെ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഈ ദാരു എന്ന് പറയുന്ന മരത്തിൽ അഗ്നിയുണ്ട്, നമുക്ക് കാണുമെന്ന് വെച്ചാൽ ഇല്ല. അതെങ്ങനെ അറിയാം? കടഞ്ഞാൽ അതിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിലുള്ളതല്ലേ അഗ്നി, അതിലില്ലാത്തതെന്ന് വരുമോ? അവിടെ അതാണ് ഉപമ. യഥാനലോ ദാരുണിരുദ്ധവീര്യ, മരത്തിൽ അടങ്ങിയ അഗ്നിയെ പോലെ കടഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവരിക. ഭഗവാനിൽ ഈ പ്രപഞ്ചത്തിൽ വേണ്ടതെല്ലാം ഒതുങ്ങി ലയിച്ച് സ്ഥിതി ചെയ്തിരുന്നു. കാലത്തിനെ വിളിക്കാൻ പറഞ്ഞിട്ട് ഭഗവാൻ ഉറങ്ങി. ചതുർയുഗാനാം ച സഹസ്രമപ്സു സ്വവൻസയോദീരിതയ സ്വശക്തിയ കാലാഖ്യയാ സാധിത കർമ്മതന്ത്രോ ലോകാനപീതാൻ ദൃശേ സ്വദേഹേ. 4 യുഗങ്ങൾ കഴിയുന്ന കാലം വരെ ജലത്തിൽ കിടന്നു എന്നാണ്. 4 യുഗങ്ങൾ: കൃതം, ത്രേത, ദ്വാപരം, കലി. ഈ 4 യുഗം കഴിഞ്ഞാൽ ഒരു പ്രളയം ഉണ്ടാവും. പിന്നെ എന്താ ഉണ്ടാവുക? വീണ്ടും കൃതയുഗം ഉണ്ടാവും. ഇതിങ്ങനെ ആവർത്തിക്കുകയാണ്. ആലോചിച്ച രസമാണ്. അപ്പോൾ കഴിഞ്ഞ കലിയുഗത്തിൽ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, നമ്മൾ കേട്ടിട്ടുണ്ടാവും, പറഞ്ഞിട്ടുണ്ടാവും. ഈ പരിഷ്കാരങ്ങൾ, ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടാവും എന്നാണ്. ഒരേ കലിയുഗത്തിലുള്ളത് തന്നെയാണ് അടുത്ത കലിയുഗത്തിലുണ്ടാവുക. അങ്ങനെ എത്രയോ കലിയുഗങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. എത്രയോ 4 യുഗങ്ങളും കഴിഞ്ഞു. കലി മാത്രമല്ല, കലിയുഗം, ദ്വാപരയുഗം ഒക്കെ അങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ട്. കൃതം, ത്രേത, ദ്വാപരം, കലി. കൃതം, ത്രേത, ദ്വാപര, കലി ഈ ക്രമത്തിലാണ്
ആവർത്തിക്കുക. അപ്പോൾ 4 യുഗങ്ങൾ കഴിയുന്നവരെ എന്നെ വിളിക്കേണ്ട, അത് കഴിഞ്ഞാൽ വിളിക്കണം. സ്വയാ സ്വപൻ, നിദ്ര ചെയ്യുന്ന ഭഗവാൻ ഉണർത്തപ്പെട്ടു. കൃതം ത്രേതാദ്വാപരം കലി കഴിഞ്ഞപ്പോൾ ഭഗവാനെ കാലം ഉണർത്തി. കാലാഖ്യയാ സ്വശക്തിയ, കാലം തൻ്റെ ശക്തി കൊണ്ട് ആസാദിത കർമ്മതന്ത്ര ആസാദിത കർമ്മതന്ത്ര കർമ്മസ്വഭാവത്തോടുകൂടിയനായിട്ട് ഭഗവാൻ എഴുന്നേറ്റു. സ്വദേഹേ അപീതാൻ ലോകാൻ ദദൃശേ. 4 യുഗം കഴിഞ്ഞപ്പോൾ കാലം ഭഗവാനെ ഉറങ്ങായിരുന്നല്ലോ. ഉണർത്തിയപ്പോൾ തൻ്റെ ശരീരത്തിലുള്ള എല്ലാ പ്രപഞ്ച കാര്യങ്ങളും, ലയിച്ച പ്രപഞ്ച കാര്യങ്ങളെ കണ്ടു. ഉണർത്തിയതാരാ? കാലം. കണ്ടതെന്താ? ലോകങ്ങൾ. ആരാ കണ്ട? ഭഗവാൻ. ചതുർയുഗാനാം ച കൃതം ത്രേതാദ്വാപരം കലിയാണ്. ചതുർയുഗാനാം ച സഹസ്രം അപ്സു. പലതുണ്ട് കേട്ടോ. ഈ 4 യുഗം എന്ന് പറഞ്ഞാൽ ഒന്നല്ല, 1000 4 യുഗം എന്നാണ്. 1000 4 യുഗം, 4 യുഗം ഇൻറ്റു 1000 കഴിഞ്ഞപ്പോൾ ചതുർയുഗാണാഞ്ച സഹസ്രം അപ്സു സ്വപൻ സ്വദീയോദീരിതയാ സ്വശക്തിയ കാലാഖ്യയാ സാധിത കർമ്മതന്ത്രോ ലോകാനപീതാന്തതിശേ സ്വദേഹേ. 1000 ചതുർയുഗങ്ങൾ കഴിഞ്ഞപ്പോൾ കാലത്തിൻ്റെ ശക്തിയാൽ ഉണർന്ന ഭഗവാൻ ഈ പ്രപഞ്ചം മുഴുവൻ തൻ്റെ ശരീരത്തിൽ ലയിച്ചത് കണ്ടു. നീ സൃഷ്ടിക്കുകയാണ്. കായേന വാചാ മനസേന്ദ്രിയർവാ ത്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോതി സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഒന്നും കൂടി ഇന്നത്തെ ഭാഗം സമ്മറി ആയിട്ട് പറയുകയാണെങ്കിൽ, സംഘർഷണൻ സാഖ്യായന് പറഞ്ഞു കൊടുത്തു. സാഖ്യായനൻ പരാശരന് സനത്കുമാരാദികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടു. സാഖ്യായനൻ സനത്കുമാരാദി സാഖ്യായൻ 2 സാണ്. സാഖ്യായനൻ പരാശരന് പറഞ്ഞു കൊടുത്തു. പരാശരൻ മൈത്രേയ മഹർഷിക്ക് പറഞ്ഞു കൊടുത്തു.